ഗായ്സ് ഞാൻ ഇല വെട്ടാൻ പോവും. നമ്മുടെ പൊതിച്ചോറ് ശരിയാക്കാം കേട്ടോ. അതല്ലാന്ന് പറഞ്ഞല്ലേ വെട്ടട്ടെ. ഇതൊരു പൊക്കത്തിന് കേട്ടോ. ഇത് ചെറുതല്ല നോക്കി. സ്മോൾ അത് സ്മോൾ അത് ഓക്കെ. തോട്ടി തോട്ടി വേണം. ഇത് കുഞ്ഞനാണോ? അതെ അതെ അത് വേണ്ടല്ലേ. ചായച്ചോ സജി ഇതുകൂടി ചായ. ഇതുപോലെ ഓക്കെ. ഒന്ന് ഇതിനകത്ത് ചോദ്യം വേണോ? ഇത്ര ഇത്ര വെച്ചേക്കും. നമ്മുടെ പോയിട്ട് മറ്റേ കറിയൊക്കെ മടക്കണം. ഓക്കെ. 2 3 ഇത് വലുതോ? തെങ്ങ് ഈ 2 തെങ്ങ് നമ്മൾ വെച്ചത് രണ്ടും പോയി. അതായത് നമുക്ക് പന്നിയുടെ ശല്യമുണ്ട്. മേളിൽ നിന്ന് കയറി വരും. കണ്ടത്തെ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതുവഴി കയറി വരും. അപ്പം നമുക്കതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവിടെ ഇവിടുത്തെ കൃഷികളെല്ലാം പോകുന്ന അങ്ങനെയാണല്ലോ. അവിടെ ഒരു മാവുണ്ട്. ഈ പ്ലാവ് കായ്ക്കുന്ന പ്ലാവ്. ഈ മാവ് ഇപ്രാവശ്യം പൂത്തിട്ടുണ്ട്. കുറേ വർഷമായതാ. 4 വർഷം 5 വർഷം പൂക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ പൂത്തിട്ടില്ല. ഇവിടെ ഒരു ചെറിയ കൊല വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് ആകെ ഞാൻ കണ്ടത്. ഇതെല്ലാം ചിലപ്പോൾ അടുത്ത വർഷം കായ്ക്കും. നിറച്ചും മാങ്ങ. പ്രതീക്ഷയോടുകൂടി നിൽക്കും. പ്രതീക്ഷയാണല്ലോ നമുക്ക് വേണ്ടത് എപ്പോഴും. അപ്പം നമ്മൾ ഇലയൊക്കെ പറിച്ചിട്ട് താഴോട്ട് പോവാം. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഞാൻ വരുവാ. ഇത് മുരിങ്ങ. വരുവാ. ഇത് മുരിങ്ങ. ഇതൊരു റംബുട്ടാനാണ്. ഇതിന് യാതൊരു ചാൻസും ഇല്ല മുകളിലോട്ട് പോകാൻ. ബിക്കോസ് ഓഫ് ഓൾ ദ ബനാനാസ് അറൗണ്ട് ദിസ് റംബുട്ടാൻ ആൻഡ് മാംഗോ ട്രീ. So we need to clear all the things from here. So this is our backyard. ഇതാണ് പുളിമരം. Friends, if you know the name of this vegetable, it's vegetable actually. We make pickle and also thoran. So nice. I don't know in English what is the name of this vegetable. So this is very big, see. So I'm going. The surface is so up and down the land. Have to be very careful. Otherwise, can be fall very easily. Yeah. Okay. This is our neighborhood. എന്റെ കൈ ഒന്ന് പിടിക്കുവോ സജ? കൈ ഒന്ന് പിടിക്കാവോ? ഇവിടെ നിൽക്കും. കുഴപ്പമില്ല. പിടിച്ചോളേ. ഓക്കെ. This is our border. That is also our neighborhood. There is another neighborhood there, but we don't know who is there because recently they came and started to stay here.
all banana plants. See, too many. So we cleared so many things from here. It was like a forest. So that is the reason the pigs are coming, because they are thinking that that's their area, forest areas, you know. So this is also one mango tree. Look at this. This one. It's nobody planted. From the seed it came itself. അപ്പോൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാം ഇവിടെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ഇത് തേക്ക് ഇതാണ് തിക്ക്. സോ ഇറ്റ് വിൽ ബി വെരി ബിഗ് ട്രീ. സോ വി നീഡ് ടു കട്ട് ദം. നോ സ്പേസ് ഹിയർ ടു ഗ്രോ. പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെട്ടിക്കളയണം. ഇത് ഏത് വാഴയാ? ഞാലിപ്പൂവിനാ അല്ലേ? നമ്മൾ പ്രവാസികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി ചേർത്ത് വെച്ചിരിക്കുക. നമുക്കിത് റെഡിയാക്കാം. ചോറിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ഒരു നൊസ്റ്റാൾജിയ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. നമ്മുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഒരാൾ കൊണ്ട് തന്നതാണ്. ഉണ്ടോ? ഇതിനെ ചമ്മന്തി അരച്ച് പൊതിച്ചോറിൽ വെക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നോക്കിയേ എന്താന്ന്, കാന്താരി, വെള്ളക്കാന്താരി. ഉപ്പ്, മുളക് പൊടി, പിന്നെ തേങ്ങ, കരിയാപ്പില, ഇഞ്ചി, ഇത്ര സാധനങ്ങളിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചമ്മന്തി റെഡി. പിന്നെ ബീഫ് ഫ്രൈ. പൊട്ടറ്റോ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇല വാട്ടണ്ടേ പൊതിച്ചോറിന്? പണ്ടൊക്കെ നമ്മൾ അടുപ്പേല ചെയ്തല്ലേ, വിറകടുപ്പേല. ഗൈസ്, തെറ്റെന്തെങ്കിലും ഉണ്ട് തിരുത്തിയോ കേട്ടോ. നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. തോന്നല്ലേ? ഇതാണ് വാട്ടർ സെറമണി. മുട്ട പൊരിക്കാം. ചൂടായില്ല. ഇത് നമ്മൾ കോക്കനട്ട് ഇട്ട് മുട്ട പൊരിക്കും. ഇത് എന്തോ ഒരു സാധനത്തിന് കടുക് പൊട്ടിച്ച പാത്രം കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇച്ചിരി റെസിഡ്യൂ അതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ചൂട് ചോറ് ചൂടോടെ വേണം ഒന്ന് പൊതിച്ചോറ് ഇട്ടാണ്. എന്നാലും അതങ്ങ് മിക്സാവും. ചമ്മന്തി, കോവയ്ക്ക ഉലർത്തിയത്, മുട്ട പൊരിച്ചത്. എൻ്റെ സാറേ, സോറി ഗൈസ്, ചട്ടിയോടെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് പൊട്ടാറ്റോ ഉലർത്തിയത്. ഓക്കെ, ഇത് ബീഫ് ഉലർത്തിയത്. സ്ഥലമില്ല.
മീൻ വറുത്തത്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പോത്ത് ഇഡ്ഡലി ഞങ്ങളൊരു ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണ്. ട്രെയിൻ യാത്രയിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ സമയം 9:30. അപ്പോൾ നമ്മൾ ഒരു 3-4 മണിക്കൂർ മുന്നേ നമ്മൾ പൊതിച്ചോറ് റെഡിയാക്കി വെക്കണം. എന്നാലേ നമുക്ക് ആ ഇലയുടെ ഫ്ലേവറൊക്കെ കിട്ടും. So we are preparing 3 hours before. Then only it will be, the flavor of the banana leaf will come to the food. It's ready. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ റെഡിയാകുകയാണ്. നമ്മുടെ വാഹനമെത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഒരു 1/2 hour ലേറ്റ് ആക്ച്വലി. നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് പൂനെ എക്സ്പ്രസ് PF2 16382. This is our local railway station near to our home, 1/2 hour from home to railway station. The Tiruvalla station, the waiting room. Kanyakumari Pune Express from Kanyakumari to Pune via Kottayam, Palakkad is just arriving on platform number 2. Guys, നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ 23 അങ്ങോട്ട് മുന്നോട്ട് പോകും. ട്രെയിനിൽ കയറി. നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ കാത്തിരുന്ന ഈ മുഹൂർത്തമാണ് നമ്മുടെ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത. ഡോണ്ട് വറി, വികാസ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചത്. ഇത് തുറക്കും, ഓരോന്ന് തുറക്കും. നമ്മൾ രാവിലെ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും കൊണ്ടുവന്ന് നോക്കൂ. ഓക്കെ, ബീഫ്. ഓക്കെ, വെരി ഗുഡ്, നൈസ്. അടുത്ത് തുറക്ക്. നമ്മൾ കുറേ നാളായില്ലേ പൊതിച്ചോറ് കഴിച്ചിട്ട്. ഇത് കോവയ്ക്ക. ഓക്കെ, അടുത്ത് ഫിഷ് ഫ്രൈ. ചമ്മന്തി. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, കഴിച്ചു. കഴിച്ചു. മിക എങ്ങനെയുണ്ട്? കൊള്ളാമോ? മിക അങ്ങനെ കഴിക്കുകയാണ്. പതുക്കെ. ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. ശബ്ദം വെക്കാൻ പറ്റത്തില്ല. ബിക്കോസ് പീപ്പിൾ ആർ സ്ലീപ്പിംഗ്.
ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് ഗൈസ് ഞാൻ ഈ ഷൂ വെറുതെ ഇങ്ങനെ ഊരിങ്ങ അകത്തോട്ട് പോകുക. എന്തോ ഇങ്ങോട്ട് നീക്കി വെച്ചത് എല്ലാവരുടെ ഓർമ്മയുണ്ട്. This is a setup inside. This is our number 23. Very spacious. And we have here, we can charge. Yeah. It's all good. ഇവിടെയൊക്കെ കണ്ട ഫോറസ്റ്റ് പോലെ ഉണ്ടല്ലേ. നോക്കിയേ. Look like forest. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്തിരിക്കുകയാണ്. സൂപ്പർ ജേർണി, നൈസ് ജേർണി. അവിടെ യന്ത്രഗോപണിയാണ്, നമുക്ക് യന്ത്രഗോപണി വഴി കയറാം കേട്ടോ. നോക്ക് നോക്ക് അവിടെ